പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഗെത്സമനത്തോട്ടത്തിൽ അവസാന നാഴികകളിൽ ശിഷ്യ സമൂഹത്തോട് കർത്താവ് താൻ അരുളി ചെയ്യുന്ന വചനമാണ് വിശുദ്ധ മർക്കോസ് 14:42 എഴുന്നേൽപ്പീൻ, നാം പോക എന്നുള്ളത്. ലളിതവും ചുരുക്കവുമായി പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഏറ്റവും ശക്തമായി ഉപയോഗപ്പെട്ടിരിക്കുന്ന വചനമാണ് അത്. ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും വചനമായി അത് രൂപപ്പെടുന്നത് കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ള അവസാന രാത്രിയിലാണ്. ആ വചനത്തിൻ്റെ പിറകിലേക്ക് നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. സത്യവേദ പുസ്തകത്തിൽ കാണുന്ന 2 തോട്ടങ്ങളാണ് ഏദൻ തോട്ടവും ഗെത്സമനത്തോട്ടവും. അനുസരണക്കേടിനാൽ പ്രസിദ്ധമായ ഏദൻ തോട്ടത്തിൻ്റെ പരിഹാരമായി നാം എത്തുന്നത് അനുസരണത്തിൻ്റെയും പൂർണ്ണമായ വിധേയത്വത്തിൻ്റെയും തോട്ടമായ ഗെത്സമനയിലാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായ പെസഹായുടെ രാത്രിയിൽ പാരമ്പര്യമനുസരിച്ച് ഉറങ്ങുവാൻ പാടില്ല എന്നാണ് വയ്പ്. കാരണം സംഹാരദൂതൻ രാത്രിയുടെ യാമങ്ങളിൽ എത്തുന്നു എന്നവർ വിശ്വസിക്കുന്നു. ആ പെസഹ രാത്രി തന്നെയാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായി യൂദ തിരഞ്ഞെടുക്കപ്പെട്ടത്. പെസഹ രാത്രിയിലെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനു ശേഷം തന്നെ അവസാന നാഴിയെ അറിഞ്ഞ കർത്താവ് ഹൃദയവേദനയോടെ കടന്നു ചെല്ലുന്ന സ്ഥലം കൂടിയാണ് ഗെത്സമന. ഒപ്പം തൻ്റെ സന്തത സഹചാരികളായ ശിഷ്യന്മാരും. കർത്താവ് ആ നാഴികകളിൽ കടന്നു പോകുന്ന ഹൃദയവേദന വചനത്തിലൂടെ നാം കാണുന്നു. വിശുദ്ധ മർക്കോസ് 14:34 എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. തുടർന്ന് അബ്ബാ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. എങ്കിലും തൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം നിറവാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. കർത്താവ് അതികഠിന ഹൃദയ വൃഥയിലൂടെ കടന്നു പോകുന്ന നാഴികകളിൽ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും തനിക്കായി ഉണർന്നിരിപ്പാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് 2 തവണ ആവശ്യപ്പെട്ടിട്ടും ആ വേദന ഒന്നു പങ്കിടുവാനോ അല്പം ആശ്വാസം പകരുവാനോ കഴിയാതെ പോയ അവരോട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. അതീവ ഹൃദയവേദനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആശ്വാസവചനത്തിന് അവസരങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന ദൈവീക സമാധാനം പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മെ സജ്ജരാക്കും. മൂന്നാമതും മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന കർത്താവ് നേടിയ ആ ധൈര്യവും ഇത് തന്നെയാണ് തുടർന്ന് ശിഷ്യന്മാരോടായി പറയുന്നു. ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മതി, നാഴിക വന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽക്കപ്പെടുന്നു. ഞാനും നിങ്ങളും ഗെത്സമനയോളം ദുഃഖത്തിലാകുമ്പോൾ, യെരീഹോ മതിലുകളെ തകർക്കുവാനും ചെങ്കടലിനെ പിളർക്കുവാനും തക്ക വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ, ഗിരിശൃംഗങ്ങളെ കീഴടക്കുവാനുള്ള ധൈര്യം നേടി നമുക്ക് പറയാൻ സാധിക്കും, എഴുന്നേറ്റ് നമുക്ക് മുന്നോട്ട് പോവാം എന്ന്. ധൈര്യം നേടിയ, വിശ്വാസം നേടിയ, പൂർണ്ണത നേടിയ ഒരാൾക്ക് മാത്രമേ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. താൻ നേരിടാൻ പോകുന്ന കാൽവറിയെ പറ്റി വ്യക്തമായ ബോധ്യം ഉള്ള കർത്താവ് എഴുന്നേൽപ്പീൻ, നാം പോക എന്ന് ശിഷ്യരോട് പറയുമ്പോൾ നഷ്ടപ്പെടുത്തിയ ഏദനിലേക്ക്
മനുഷ്യരാശിയെ തിരികെ പ്രവേശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ ശിരസിൽ വഹിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളുമായിരിക്കുന്ന യുവതലമുറയകപ്പെട്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരാശയുടെ താഴ്വരയിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ പ്രേരിതരാവേണ്ടതല്ലേ? യുവത്വത്തെക്കുറിച്ച് വചനം പറയുന്നത് യൗവനത്തിലെ ശക്തി തെറ്റായ മാർഗത്തിന് നൽകാതെ ദൈവഹിതപ്രകാരം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ആരോഗ്യം ഉള്ളത് കൊണ്ട് തന്നെ ദൈവത്തെ ഓർക്കാൻ മടിക്കുന്ന കാലഘട്ടവും ഇതുതന്നെയാണ്. അതിനാലാണ് നിന്റെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ദൈവഹിതപ്രകാരം ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും നമുക്ക് എഴുന്നേൽക്കുവാനോ മുന്നോട്ട് പോകുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. കൈവന്നിരിക്കുന്ന നല്ല കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കളെ, സഭയെ, സമൂഹത്തെ ഒക്കെ ചേർത്ത് നിർത്തി എഴുന്നേൽപ്പീൻ, നാം പോക എന്ന് പറയാൻ സാധിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഗത്സമനത്തോട്ടത്തിൽ വേദനയുടെ നിമിഷത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞ വാക്കുകൾ, എഴുന്നേൽപ്പീൻ, നാം പോകാം. ഇന്ന് ആ വചനമാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉണർവ്. ആത്മീയ നിദ്രയിൽ നിന്ന് ഉണരുവാൻ, പാപഭാരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ, ദൈവ ഇഷ്ടത്തിലേക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ ഈ പ്രാർത്ഥന നമ്മെ നയിക്കട്ടെ. നമുക്ക് വിനയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരമപിതാവായ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നമിക്കുന്നു. ഗത്സമനത്തോട്ടത്തിൽ വേദനയുടെയും അനുതാപത്തിൻ്റെയും നടുവിൽ നീ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ആത്മീയ നിദ്രയിലായിരുന്നു. നീ വിളിച്ചപ്പോൾ ഞങ്ങൾ കേട്ടില്ല. നീ മുന്നോട്ട് നയിച്ചപ്പോൾ ഞങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു. നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഞങ്ങൾ വൈകി. ലോകത്തിൻ്റെ ഭാരം ഞങ്ങളെ കീഴടക്കി. ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദൗർബല്യങ്ങൾക്കും അനുസരണക്കേടുകൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഗത്സമനയിൽ നീ അനുഭവിച്ച വേദനകളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ചെറിയ പരീക്ഷണങ്ങൾ പോലും ഞങ്ങൾ സഹിക്കാതെ പോകുന്നവരാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നിന്റെ പാനപാത്രം നീ അനുസരണയോടുകൂടി തന്നെ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്രൂശ് ഒഴിവാക്കുവാൻ ശ്രമിച്ചവരാണ്. ഇന്ന് കർത്താവേ, നീ വീണ്ടും ഞങ്ങളോട് പറയുന്നു, എഴുന്നേൽപ്പീൻ, നാം പോകാ. പാപത്തിൽ നിന്ന് എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആത്മീയതയിൽ ഉണരാൻ കൃപ നൽകണമേ. ധൈര്യത്തോടെ നടക്കാൻ ആത്മബലം നൽകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നു. ഭയങ്ങൾക്കിടയിലും പരീക്ഷണങ്ങൾക്കിടയിലും നിന്റെ കൈ പിടിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നു മുതൽ ഞങ്ങൾ ഉറങ്ങുന്ന ശിഷ്യന്മാരായല്ല, ജാഗരൂകരായ സാക്ഷികളായി ജീവിക്കട്ടെ. നിന്റെ ശബ്ദം കേട്ട്, നിന്റെ ഇഷ്ടം ചെയ്ത്, നിന്റെ ക്രൂശ് ഏറ്റെടുത്ത് മുൻപോട്ട് തന്നെ പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. എഴുന്നേൽപ്പീൻ, നാം പോക എന്ന തിരുവചനം ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന ദിവ്യ ശബ്ദമായി മാറട്ടെ. ഈ പ്രാർത്ഥന സവിനയം ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.